അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ ചെർപ്പശ്ശേരി ശാഖയ്ക്ക് ഇനി പുതിയ മുഖം. ചെർപ്പശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപം പുതിയ കെട്ടിടത്തിലേക്ക് ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ആസ്ഥാനമാക്കി 4 വർഷമായി പ്രവർത്തിച്ചു വരുന്ന അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിന്റെ ചെർപ്പശ്ശേരി ശാഖയാണ് പുതിയ കെട്ടിടത്തിൽ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. ചെർപ്പശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപം അവിറ്റം ടവറിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ആരംഭിച്ച ഓഫീസ് കേരള രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചെർപ്പശ്ശേരിയിലെ ജനങ്ങൾക്ക് ഒരു വിശ്വാസത്തിൻ്റെ ഒരു കയ്യൊപ്പായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് സന്തോഷകരമായ കാര്യം. ഇതിൻ്റെ ഈ ബാങ്കിങ് സംവിധാനത്തിൻ്റെ ഭാഗമായി സുതാര്യമായ സംവിധാനങ്ങൾ, ഇടപാടുകളിലൂടെ സാധാരണക്കാരൻ്റെ ജീവിതത്തിലേക്കുള്ള സ്നേഹസമ്പന്നമായ സഹായങ്ങൾ, സഹകരണീയതയുടെയും ഒരു കരുത്തും ശക്തിയുമായി ജനങ്ങൾക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള നിങ്ങളുടെ വൈഭവം, ഇതെല്ലാം ചേർന്നാണ് 3ാം വാർഷികം ആഘോഷിക്കുമ്പോൾ അർബൻ ഗ്രാമീൺ സൊസൈറ്റിക്ക് പറയേണ്ടത് മാത്രമല്ല, നിങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് കേൾക്കാനുള്ളതും അതൊക്കെ തന്നെയാണ്. പ്രശസ്ത മദ്ദള കലാകാരൻ ചെർപ്പശ്ശേരി ശിവനെയും പരിസ്ഥിതി പ്രവർത്തകൻ രാജേഷ് അടയ്ക്കാപുത്തൂരിനെയും ചടങ്ങിൽ ആദരിച്ചു. നാലു വർഷം കൊണ്ട് പ്രവർത്തന മേഖലയിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച യുജിസ് ഗ്രൂപ്പിന് പാലക്കാട്, മലപ്പുറം ജില്ലകളിലായി 13 ശാഖകൾ നിലവിലുണ്ട്. സാധാരണക്കാരന്റെ ദൈനംദിന സാമ്പത്തിക ആവശ്യങ്ങൾ മനസ്സിലാക്കി ലളിതമായ വ്യവസ്ഥകളിലൂടെ ഉപഭോക്താക്കൾക്ക് സേവനം ലഭ്യമാക്കിയാണ് യുജിസ് ഗ്രൂപ്പ് ഉപഭോക്താക്കളുടെ മനസ്സിൽ ഇടം പിടിച്ചത്. കാർഷിക വ്യവസായിക മേഖലകൾക്ക് പ്രാധാന്യം നൽകി യുജിസ് ഗ്രൂപ്പ് നിരവധി സ്കീമുകളാണ് ഒരുക്കിയിട്ടുള്ളത്. നഗരസഭ വൈസ് ചെയർപേഴ്സൺ സി കമലം ചടങ്ങിൽ മുഖ്യാതിഥിയായി. യുജിസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് അധ്യക്ഷത വഹിച്ചു. യുജിസ് ഗ്രൂപ്പ് ജനറൽ മാനേജർ അഭിലാഷ് പാലാട്ട്, നഗരസഭാ കൗൺസിലർമാരായ കെ എം ഇസ്ഹാഖ്, സൗമ്യ, സതീദേവി, മൊയ്തീൻകുട്ടി, സുഹ്റാബി, മുസ്ലിം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ എ അസീസ്, BJP മണ്ഡലം പ്രസിഡന്റ് വിപിൻ പുളിങ്ങര, കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ എ ഹമീദ്, താലൂക്ക് സെക്രട്ടറി സോനു ശിവൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.